Hi guys, and welcome to today's session of the Hindu Decode by Geoid. നമ്മളിന്ന് എടുത്തിരിക്കുന്ന ന്യൂസ് ഡീകോഡിംഗ് ചൈന ദി ലെസൺ ഫോർ എ വൾണറബിൾ ഇന്ത്യ. ശ്രീ ശശി തരൂർജിയുടെ ഒരു ആർട്ടിക്കിളാണിത്. ഇന്നത്തെ എഡിറ്റോറിയലിൽ ഉണ്ടായിരുന്നതാണ്. ഓക്കെ, ഇവിടെ നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ളത് ഇത് പ്രിലിംസിൽ ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ തന്നെ GS പേപ്പർ 2 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, IR-ലും അതേപോലെ ഈ ഇഫക്റ്റ് ഓഫ് പോളിസീസ് ആൻഡ് പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഓൺ ഇന്ത്യാസ് ഇൻട്രസ്റ്റ് ആൻഡ് ഇന്ത്യൻ ഡയസ്പൊറ എന്നുള്ളൊരു ഹെഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ എന്താണ് ഉണ്ടായതെന്ന് വെച്ചാൽ ഈ ഐഫോണൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറീസ്, പ്രത്യേകിച്ച് ഈ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ഉള്ള ഐഫോൺ ഉണ്ടാക്കുന്ന ഫാക്ടറീസ്, ആ ഫാക്ടറിയുടെ പേര് ഫോക്സ്കോൺ എന്നാണ്, ഫോക്സ്കോൺ ഫാക്ടറീസ്. അവിടെയുള്ള മെയിൻ ആയിട്ടുള്ള ചൈനീസ് എഞ്ചിനീയേഴ്സിനെ ഒക്കെ ചൈന സഡൻ ആയിട്ട് തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇതൊരു ചെറിയൊരു പ്രോബ്ലം അല്ല. ഇറ്റ് ലുക്സ് ലൈക്ക് ചൈന ഡിഡ് ദിസ് ഓൺ പർപ്പസ്. ഇന്ത്യയുടെ ആ ഒരു പ്രോഗ്രസ് സ്ലോ ഡൗൺ ചെയ്യുക എന്നുള്ളതാണ് ചൈന ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻ ബിൽഡിംഗ് ഹൈ ആൻഡ് ഇലക്ട്രോണിക്സ് ലൈക്ക് ഐഫോൺ ആൻഡ് ഓൾ സ്മാർട്ട് ഫോൺസ്. ഓക്കെ, ചൈനയ്ക്ക് ദേ വാണ്ട് ടു സ്റ്റേ നമ്പർ 1 ഇൻ ഏഷ്യ. ഓക്കെ, ടെക്നോളജി മാനുഫാക്ചറിങ് സെക്ടറിൽ അവരെ തന്നെ ടോപ്പിൽ ഇരിക്കണം എന്ന് തന്നെയാണ് അവരുടെ ആഗ്രഹം. ഇറ്റ് മേ ബി ട്രൈങ് ടു മേക്ക് ഷുവർ ദാറ്റ് ലൈക്ക് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ വളർന്നു വരുന്നത് അവർക്ക് ഭയങ്കര ഒരു അടിയാണ്. Okay, they don't want India to grow too fast in these areas. ഇവിടെയുള്ള ഒരു ബിഗ് പിക്ചർ എന്താന്ന് പറഞ്ഞാൽ ദിസ് ഷോ ദാറ്റ് ഹൗ കൺട്രീസ് ക്യാൻ യൂസ് ഇക്കോണമിക് മൂവ്സ്. അതായത് ഇപ്പോൾ ഈ ആൾക്കാരെയൊക്കെ തിരിച്ചു വിളിച്ചല്ലോ, ആ ഒരു ജിയോ പൊളിറ്റിക്കൽ ബാറ്റിൽസ് വിജയിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഈ എക്കണോമിക് മൂവ്സ് അവർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്ക് കാണാം ഈ ചൈനയുടെ ഈ ഒരു പരിപാടി വെച്ചിട്ട്, എസ്പെഷ്യലി ഇൻ ദി ഓൺ ഗോയിങ് ഇന്ത്യ ചൈന റൈവലറി. China may have pulled its engineers to block India's technological rise and to stay in control of Asia's manufacturing power. ചൈനയുടെ സ്കിൽഡ് എഞ്ചിനീയേഴ്സിനെ ഇന്ത്യയിൽ നിന്നും തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. പക്ഷെ എന്തിനാന്ന് വെച്ചാൽ മെയിൻലി അവരുടെ ഉദ്ദേശം, അതായത് ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്കിൽസ് അത് നമ്മൾ പഠിക്കരുത് എന്നുള്ളതാണ്. ഓക്കെ, അവരുടെ കയ്യിൽ നിന്ന് ഒരിക്കലും നമ്മളത് പഠിക്കരുത്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ ബിൽഡ് അഡ്വാൻസ്ഡ് ഇലക്ട്രോണിക് ഫാക്ടറീസ്. അത് ഇന്ത്യ അങ്ങനെ ഒരു രീതിയിലോട്ട് എത്തുന്നത് ചൈനയ്ക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അതേപോലെ തന്നെ ഈ വെപ്പണൈസേഷൻ ഓഫ് റയർ എർത്ത് ഡോമിനൻസ്, അതായത് ഈ എസ്പെഷ്യലി നമ്മുടെ മൊബൈൽസും EVs ഇലക്ട്രിക് വെഹിക്കിൾസും സോളാർ പവറിനൊക്കെ യൂസ് ചെയ്യുന്ന ചില മെറ്റീരിയൽസ് ഉണ്ട്. അതായത് ഈ ഗാലിയം, ജർമേനിയം, ഗ്രാഫൈറ്റ് പോലുള്ള കുറച്ച് സാധനങ്ങൾ ഇത് ഇന്ത്യക്ക് വളരെയധികം അത്യാവശ്യമാണ്. ചൈന ഈസ് നോട്ട് സെല്ലിങ് ദോസ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽസ്. ഓക്കെ, അത് ഇന്ത്യയുടെ പ്രോഗ്രസിനെ വളരെയധികം ഹേർട്ട് ചെയ്യുന്നുണ്ട്. ഹൈ ടെക്നോളജി ഇൻഡസ്ട്രീസിൽ ഇൻഫോർമൽ ആയിട്ടുള്ള ട്രേഡ് ബാരിയേഴ്സ് ആണ് ചൈന വെക്കുന്നത്. ഓക്കെ, ഒരു ഒഫീഷ്യൽ ബാൻസ് ഒന്നും അവർ വെക്കുന്നില്ല എന്നുണ്ടെങ്കിലും ചൈന ഡിലേസ് ഓർ ബ്ലോക്ക് ഷിപ്മെന്റ്സ് ബൈ യൂസിങ് വെർബൽ ഓർഡേഴ്സ്. ഓക്കെ, അത് ഇന്ത്യയിൽ നമുക്ക് ഒരുപാട് ഈ സപ്ലൈ ചെയിൻ പ്രോബ്ലംസ് അതുകൊണ്ട് വരുന്നുണ്ട്, എസ്പെഷ്യലി ഇൻ ഗെറ്റിംഗ് ഇമ്പോർട്ടൻറ്റ് മെഷീൻസ്. ഓക്കെ, ചൈന യൂസ് ചെയ്യുന്ന ഒരു ടാക്ടിക്സ്, അത് ഒരു ടാക്ടിക്സ് അല്ല അവർ യൂസ് ചെയ്യുന്നത്, മിക്സ് ഓഫ് ടാക്ടിക്സ് ആണ് ചൈനയുടെ ഒരു പരിപാടി. ഓക്കെ, അതായത് റോ മെറ്റീരിയൽസ് ബ്ലോക്ക് ചെയ്യുക, എക്യുപ്മെന്റ്സ് അത് കൺട്രോൾ ചെയ്യുക, പിന്നെ ഈ ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇന്ത്യയിൽ നിന്നും വിഡ്രോ ചെയ്യുക. മെയിൻ ആയിട്ടുള്ള ഇവരുടെ എയിം എന്താന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ആ ഒരു ഗ്രോത്ത് സ്ലോ ഡൗൺ ചെയ്യണം എന്നുള്ളതാണ്, എസ്പെഷ്യലി ഇൻ ഏരിയാസ് വെർ വെസ്റ്റേൺ കൺട്രീസ് വാണ്ട് ഇന്ത്യ ടു ബിക്കം എ റീപ്ലേസ്മെന്റ് ഫോർ ചൈന. ഇന്ത്യനെ ചൈന കാണുന്ന ഒരു എക്കണോമിക് ത്രെട്ട് ആയിട്ടാണ്. ഓക്കെ, ചൈന സീസ് ഇന്ത്യ ആസ് എ സീരിയസ് റൈവൽ. ഇനി കുറച്ച് കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ചൈനയുടെ പൊസിഷൻ ചിലപ്പോൾ നമ്മൾ എടുക്കും എന്നുള്ള അവരുടെ ഒരു ഭയമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്, എസ്പെഷ്യലി ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് ടെക്നോളജി. ഓക്കെ, ദാറ്റ്സ് വൈ ചൈന ഫീൽസ് ത്രെട്ടൻഡ്. ഈ ഒരു എക്സ്പോർട്സ് ബ്ലോക്ക് ചെയ്യുന്നതിലൂടെയും അതേപോലെ ഈ എഞ്ചിനീയേഴ്സിനെ റിമൂവ് ചെയ്യുന്നതിലൂടെയും ചൈന ഈസ് ട്രൈങ് ടു പ്രൊട്ടക്ട് ഇറ്റ്സ് ഗ്ലോബൽ പൊസിഷൻ. ഓക്കെ, ആ ഒരു മാനുഫാക്ചറിങ്ങിലുള്ള ആ ഒരു കൺട്രോൾ അവരുടെ കയ്യിൽ തന്നെ നല്ല ഭദ്രമായിട്ട് വെക്കാനാണ് ഇവർ നോക്കുന്നത്. ഇന്ത്യ ഒരു ടെക്നോളജിക്കൽ ലീഡർ ആവുന്നത് അവർക്ക് ഇഷ്ടമല്ല, അതിനെ തടുക്കുന്നുമുണ്ട്, എസ്പെഷ്യലി ആസ് ദ വെസ്റ്റ് ലുക്സ് ടു മൂവ് അവേ ഫ്രം ചൈന. ചൈന, they are using economic tools. Okay, they are using tools like materials, machines, people to block India's rise in high technology manufacturing, and they are protecting their own dominance. കുറച്ച് കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ചൈനയ്ക്ക് വളരെ വലിയൊരു പണിയാണ് കിട്ടാൻ പോകുന്നത്. ഇവർക്ക് ഈ വൺ ചൈൽഡ് പോളിസി ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, ചൈനയ്ക്ക് അതായത് ചൈനയുടെ അകത്ത് ദേ ഹാവ് എ വെരി ഫ്യൂ യങ് പീപ്പിൾ.
ഓക്കെ. പിന്നെ ആൾക്കാരൊക്കെ ചെലവാക്കുന്നത് വളരെ കുറവാണ്. അവിടുത്തെ റിയൽ എസ്റ്റേറ്റ് ക്രൈസിസിലാണ്. ഓക്കെ. അവർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എക്സ്പോർട്ടിലാണ്. ഓക്കെ. ടു ഏൺ മണി ഫോർ തിങ്സ് ലൈക്ക് മിലിറ്ററി ആൻഡ് പബ്ലിക് സർവീസ് ആൻഡ് ഓൾ. ദേ ഡിപ്പെൻഡ് ഹെവിലി ഓൺ എക്സ്പോർട്സ്. ഓക്കെ. ഇപ്പൊ ചൈനീസ് ഫാക്ടറീസ് ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് വേണ്ടതിനേക്കാളും കൂടുതൽ സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ. സോ അങ്ങനെ അവർക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുണ്ടാക്കുന്ന സാധനങ്ങൾ വളരെ വിലക്കുറവിൽ വേൾഡ് വൈഡ് അവർക്ക് വിൽക്കേണ്ടി വരും. ഓക്കെ. അവർക്ക് ലെസ് പ്രോഫിറ്റ് ആയിരിക്കും ഇതിൽ നിന്ന് കിട്ടുക. സോ വിച്ച് വിൽ വീക്കൻ ചൈനാസ് എക്കോണമി ഈവൻ മോർ. ഓക്കെ. സോ ഇവിടെ നമ്മൾ പറഞ്ഞത് ദർ ഇസ് ടു മച്ച് പ്രൊഡക്ഷൻ ബട്ട് ദർ ഇസ് നോട്ട് ഇനഫ് ബയേഴ്സ്. ഓക്കെ. ചൈനയുടെ സി ദേ ആർ നോട്ട് ജസ്റ്റ് അറ്റാക്കിംഗ് ഇന്ത്യസ് മാനുഫാക്ചറിങ് ബിക്കോസ് ഓഫ് റൈവലറി. ഓക്കെ. അതായത് ചൈനയ്ക്ക് വേണ്ടത് ആ ഒരു എക്സ്പോർട്ട് ഇൻകം ആണ്. ഓക്കെ. അതില്ലാന്നുണ്ടെങ്കിൽ അവർ തകർന്നു പോകും. ഓക്കെ. സോ അവർക്ക് നന്നായിട്ട് അറിയാം കുറച്ച് കാലം കൂടി ഇന്ത്യ ഇങ്ങനെയുള്ള ഒരു പ്രോഗ്രസ്സിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ a strong India could take that away. ഓക്കെ. സോ അത് ചൈനയുടെ എക്കോണമിക്ക് വലിയ ഒരു ത്രെട്ടാണ്. മാനുഫാക്ചറിങ് സെക്ടറിൽ ഇന്ത്യ വളരെയാണെന്നുണ്ടെങ്കിൽ ചൈനയ്ക്ക് ചൈന മൈറ്റ് ഹിറ്റ് ബാക്ക് ഹാർഡർ. ഇതുവരെ ഒരു ട്രേഡ് ബാൻ എന്നുള്ള ഒരു പരിപാടിയിലോട്ടൊന്നും അവർ അങ്ങനെ പോയിട്ടില്ല. ഇനി അതായത് ഇന്ത്യയുടെ ഒരു മാനുഫാക്ചറിങ് സെക്ടർ വളരെയാണെന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്ക് അത് വളരെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും എക്കണോമിക് പ്രഷർ ചൈന നമ്മുടെ മേത്തേക്ക് ഇടും. ഓക്കെ. ട്രേഡ് ബ്ലോക്സും ബാനുകളും ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. മിലിറ്ററി ത്രെട്ട് അടക്കം നമുക്ക് ചൈനയുടെ അടുത്ത് നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ. ടു പ്രൊട്ടക്ട് ദെയർ ഗ്ലോബൽ മാർക്കറ്റ് പൊസിഷൻ. അതേപോലെ നമുക്കിപ്പോ ഇപ്പൊ ഇന്നലത്തെ ന്യൂസിൽ നമ്മൾ എടുത്തല്ലോ, ട്രംപ് എന്ന് പറയുന്ന ഒരാളെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ട്രംപിനെ മാത്രമല്ല വെസ്റ്റിനെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത സ്ഥലമാണ്. ഓക്കെ. ഇപ്പൊ US 50% ഇപ്പോ ടാരിഫ് നമുക്ക് അടിച്ചു തന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ ചൈനനെ ഒന്ന് നൈസായിട്ട് മാറ്റി നിർത്തിയിരിക്കുകയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ചൈനയ്ക്ക് ഇട്ട് പണി കൊടുത്തു കഴിഞ്ഞാൽ ചൈന തിരിച്ചു കൊടുക്കും. ഓക്കെ. പക്ഷെ നമുക്ക് ഇത്തിരി ലിമിറ്റേഷൻ ഉണ്ട് എന്ന് വേണം പറയാൻ. ഓക്കെ. സോ നമ്മൾ പറഞ്ഞു വന്നത് വെസ്റ്റ് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. ഓക്കെ. സോ ദിസ് ഷോസ് ദാറ്റ് ദ വെസ്റ്റ് ക്യാൻ ബി വെരി അൺപ്രഡിക്റ്റബിൾ. ഇന്ത്യ ഷുഡ് നോട്ട് ഡിപ്പെൻഡ് ടു മച്ച് ഓൺ വെസ്റ്റേൺ സപ്പോർട്ട്. നമ്മൾ നമ്മുടേതായിട്ടുള്ള സ്ട്രെങ്ത് നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ PM അടുത്ത് തന്നെ ചൈന വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷേ സിറ്റുവേഷൻ ഇറ്റ് ഈസ് വെരി ഡെലിഗേറ്റ്. അതായത് ഒന്ന് നമുക്ക് ചൈനയായിട്ടുള്ള ഒരു എക്കണോമിക് റൈവലറി വളരെ പ്രശ്നമാണ്. വെസ്റ്റേൺ പോളിസീസ് വളരെ അൺറിലയബിൾ ആയിട്ടുള്ള വെസ്റ്റേൺ പോളിസീസ് ആണ് നമുക്കിപ്പോൾ. അതായത് ഈ ടാരിഫും അതേപോലെ യൂറോപ്യൻ യൂണിയന്റെ പരിപാടികളാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടത് ഇന്ത്യ നീഡ്സ് ടു പ്രൊട്ടക്ട് ഇറ്റ്സ് എക്കണോമിക് ഡിപെൻഡൻസ്. ഓക്കെ. നമുക്ക് നമ്മുടെ ഈ ഒരു ലോങ് ടേം മാനുഫാക്ചറിങ് ഗോൾസ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റണം. ചൈനയുടെ എക്കണോമിക് പ്രോബ്ലംസ് ദേ ആർ പുഷിങ് ഇറ്റ് ടു ബ്ലോക്ക് ഇന്ത്യസ് റൈസ്. ഓക്കെ. ബട്ട് ഇന്ത്യ മസ്റ്റ് വൈസ്ലി ബാലൻസ് ഡിപ്ലോമസി. അതേപോലെ തന്നെ വി മസ്റ്റ് ബിൽഡ് സെൽഫ് റിലയൻസ്. ആൻഡ് ചൈനനെയും ഒരുപാട് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതേപോലെ വെസ്റ്റിനെയും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ഇപ്പൊ നിൽക്കുന്നത്. ഈ ചൈന ഇത്രത്തോളം സ്ട്രോങ് ആയത് പെട്ടെന്ന് ഒരു ദിവസം ഭയങ്കര സ്ട്രോങ് ആയിട്ട് വന്ന ആൾക്കാരല്ല ചൈന. ഓക്കെ. നമ്മൾ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരാണ് ചൈന. ഓക്കെ. ചൈനയുടെ ആ ഒരു ടെക്നോളജിക്കൽ പവർ ഇറ്റ് ഈസ് കെയർഫുള്ളി ബിൽഡ്. ഓക്കെ. സോ അതായത് ആരും ചിന്തിക്കാത്ത സമയത്ത് ഇവര് സ്മാർട്ടായിട്ട്, അത് വളരെ സ്മാർട്ടായിട്ട് ഇവർ ഇൻവെസ്റ്റ് ചെയ്ത കുറച്ച് മേഖലകളാണ്. ഒന്ന് AI, ക്വാണ്ടം കമ്പ്യൂട്ടിങ്, 6G. ഓക്കെ. നമ്മുടെ ഇവിടെ 5G ഇപ്പോ എന്റെ വീട്ടിനോടേക്കൊന്നും 5G എത്തില്ല കേട്ടോ. ടൗണിലൊക്കെ പോയാൽ 5G കിട്ടുള്ളൂ എപ്പോഴും. ഓക്കെ. സോ 6Gയിലൊക്കെ അവർ വളരെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്തിയിരിക്കുന്നത്. ഇലക്ട്രിക് വെഹിക്കിൾസ്, EVs. ഓക്കെ. സോ ദേ കൺട്രോൾ ദി എൻറ്റയർ സപ്ലൈ ചെയിൻ. ഓക്കെ. വെറും ഫാക്ടറികൾ മാത്രമല്ല, ആ ഒരു എൻറ്റയർ സപ്ലൈ ചെയിൻ അവരുടെ കൺട്രോളിലാണ്. അത് അവർക്ക് വളരെ വലിയൊരു ഹ്യൂജ് അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ. ചൈന നമ്മൾ പറഞ്ഞില്ല, ഈ ഒരു ഓവർ പ്രൊഡക്ഷൻ എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ അത് അവരുടെ ഒരു വീക്ക് പാർട്ടായിട്ട് നമ്മൾ കാണരുത്. ഓക്കെ. അത് അറ്റ് എ ടൈം അതൊരു വെപ്പൺ കൂടിയാണ് അവർക്ക്. ചൈന മേക്സ് മോർ ദാൻ നീഡഡ്. ഓക്കെ. അതവർ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണ്. ഓക്കെ. അവരുടെ ചീപ്പ് പ്രൊഡക്ട്സ് കൊണ്ട് ഈ മാർക്കറ്റിൽ കൊണ്ട് നിറക്കുകയാണ് അവരുടെ ചീപ്പ് പ്രൊഡക്ട്സ് ടു ബീറ്റ് ഗ്ലോബൽ റൈവൽസ്. ഇപ്പൊ ഇവരുടെ ഈ BYD കമ്പനിയുടെ ഒക്കെ EVs ഉണ്ട്. നിങ്ങളൊന്ന് BYD ഒന്ന് നൈസായിട്ടൊന്ന് അടിച്ചു നോക്കിയാൽ കാണാം. അവരുടെ EVs വെള്ളത്തിലൂടെ പോണ വണ്ടികളൊക്കെയാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ പറക്കണ വണ്ടികളൊക്കെ ആയിട്ട് വരും. ഓക്കെ. അങ്ങനെ വരും. അതാണ് ചൈനയുടെ ആ ഒരു പവർ, ആ ഒരു ടെക്നോളജി അവരുടെ കയ്യിൽ, അങ്ങനത്തെ സാധനങ്ങളാണ് അവരുടെ കയ്യിലുള്ളത്. ഓക്കെ. സോ ഇതൊരു പ്ലാൻഡ് സ്ട്രാറ്റജിയാണ്. ഇതിനൊരു വീക്ക്നെസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല.
നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടറിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യസ് മാനുഫാക്ചറിങ് സ്റ്റിൽ ഇറ്റ് ഈസ് വർക്ക് ഇൻ പ്രോഗ്രസ്. നമ്മുടെ അടുത്ത് വളരെ വീക്ക് ഇൻഫ്രാസ്ട്രക്ചറും ഇപ്പൊ ബ്യൂറോക്രസിയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ലോ ബ്യൂറോക്രസിയാണ്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടുകൾ, അതായത് ഇപ്പോൾ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ചിപ്സ് ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എൻജിൻസ് ആണെന്നുണ്ടെങ്കിലും ഇതെല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്യാണ്. Okay, so this makes India dependent. Okay, and not fully ready yet. China, they are acting more early. Okay, not defensively. India isn't a big threat yet to China. പക്ഷേ ചൈന ഇപ്പൊ തന്നെ ഇന്ത്യനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാനാണ് നോക്കുന്നത്. ഓക്കെ, അവർക്ക് അതായത് ഈ ഒരു കീ റീജിയൻസിന് മേലെയുള്ള കൺട്രോള് അവരിപ്പൊ തന്നെ ആ ഒരു ആധിപത്യം അവർ ഉറപ്പുവരുത്തുകയാണ്. ഓക്കെ, ഏഷ്യൻ കൺട്രീസിന് മേലെയും ആഫ്രിക്കൻ കൺട്രീസിന് മേലെയും ലാറ്റിൻ അമേരിക്ക, പാകിസ്ഥാൻ, ഓക്കെ, ഇങ്ങനത്തെ കീ റീജിയൻസിന് മേലെയുള്ള കൺട്രോള് അവരൊന്ന് ഊട്ടി ഉറപ്പിക്കുകയാണ്. ഇന്ത്യ ഇപ്പോഴും ചൈനനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്ത്യ പറയുന്നത് ഇന്ത്യക്ക്, അതായത് വേൾഡിന്റെ പുതിയ ഫാക്ടറി അത് ഇന്ത്യ ആണ്, അല്ലെങ്കിൽ അങ്ങനെ ആവണം എന്നാണ് ഇന്ത്യ പറയുന്നത്. പക്ഷെ നമ്മൾ ഇപ്പോഴും ഒരുപാട് സാധനങ്ങൾ ചൈനയുടെ അടുത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ദ വേൾഡ് ഡസൻ ഫുള്ളി ട്രസ്റ്റ് ഇന്ത്യ ആസ് എ റീപ്ലേസ്മെന്റ് ഫോർ ചൈന യെറ്റ്. ഓക്കെ, സോ ഇവിടെ ബോട്ടം ലൈൻ എന്താന്ന് പറഞ്ഞാല് നമ്മൾ നമ്മുടെ സിസ്റ്റം ആദ്യം ഇംപ്രൂവ് ചെയ്യണം. ഇവിടെ ബെറ്റർ റോഡുകൾ വേണം. അതേപോലെ വി മസ്റ്റ് ഹാവ് ബെറ്റർ റോഡ്സ്, പവർ, പോർട്ട്. ഓക്കെ, അതേപോലെ ഒരുപാട് ഇന്നോവേഷൻ നമ്മൾ കൊണ്ടുവരണം. നമ്മൾ നമ്മുടെ ടെക്നോളജി നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം. ഓക്കെ, see, China won't change, so India has to level up on its own. China is already using strategy and strength to stay ahead. നമ്മുടെ ആ ഒരു ഇന്റേണൽ വീക്ക്നെസ് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യണം ടു ബിക്കം എ സീരിയസ് കോമ്പറ്റേറ്റർ ഫോർ ചൈന. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം. മുംബൈ ട്രെയിൻ ബ്ലാസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. ഇത് കറണ്ട് അഫയേഴ്സിൽ പ്രതീക്ഷിക്കാം പ്രിലിംസിൽ. അതേപോലെ തന്നെ മെയിൻസിൽ GS പേപ്പർ 2 ഗവർണൻസ്, കോൺസ്റ്റിറ്റ്യൂഷൻ, പോളിറ്റി, സോഷ്യൽ ജസ്റ്റിസ്, സോ ഇങ്ങനത്തെ ടോപ്പിക്സിലെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇവിടെ വേണ്ടത് നമ്മുടെ ഈ ഒരു ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിന്റെ ആ ഒരു റിഫോംസ്. ഓക്കെ, അതിൽ പെട്ടതായതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു അർജന്റ് ആയിട്ടുള്ള റിഫോംസ് നമുക്ക് വേണം. പോലീസ് റിഫോംസ് ആണെങ്കിലും ജുഡീഷ്യൽ റിഫോംസും പ്രിസൺ റിഫോംസ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വേണം. ഇവിടെ വലിയൊരു സിസ്റ്റമിക് ഫ്ലോസ് നമുക്ക് കാണാൻ പറ്റും അക്രോസ് ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, പ്രോസിക്യൂഷനിലാണെന്നുണ്ടെങ്കിലും ജുഡീഷ്യറിയിലാണെന്നുണ്ടെങ്കിലും പ്രിസൺസിലാണെന്നുണ്ടെങ്കിലും ഓക്കെ, വളരെ വലിയ സിസ്റ്റമിക് ഫ്ലോസ് ആണ്. ഈ ഒരു സിസ്റ്റമിക് ഫ്ലോസ് നമുക്ക് ഈ ഒരു ന്യൂസിൽ കാണാൻ പറ്റും. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ. ഓക്കെ, ആർട്ടിക്കിൾ 21 ആണെന്നുണ്ടെങ്കിലും 20 ആണെന്നുണ്ടെങ്കിലും 14 ആണെന്നുണ്ടെങ്കിലും ഇതിലെല്ലാം വയലേഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, അതിന്റെ ഒരു ഗുണം, ഓക്കെ, ഇറ്റ് ആക്ട് ആസ് എ ടൂൾ ഫോർ ജസ്റ്റിസ്. ഓക്കെ, സോ അതിന്റെ കുറച്ച് മെറിറ്റ്സിനെ പറ്റിയിട്ട് നമുക്ക് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അതേപോലെ എത്തിക്സിലും ഇന്റഗ്രിറ്റി, ആപ്റ്റിറ്റ്യൂഡ് GS പേപ്പർ 4 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ന്യൂസ്. സോ ഈ ഒരു ബ്ലാസ്റ്റ് ഇത് നടക്കുന്നത് 2006 2006 നടക്കുന്നത്. ജൂലൈ 11 7ഓളം ബോംബുകൾ മുംബൈ ലോക്കൽ ട്രെയിൻസിൽ എക്സ്പ്ലോഡ് ചെയ്യാണ്. ഓക്കെ, അത് അന്നത്തെ ആ ഒരു ബിസി ടൈമിലായിരുന്നു, ഈവനിങ് ടൈമിലാണെന്ന് തോന്നുന്നു. വളരെ ബിസി ആയിട്ടുള്ള ഒരു ടൈമിലാണ് ഇത്രയും ബോംബുകൾ എക്സ്പ്ലോഡ് ചെയ്തത്. ഇത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ആയിരുന്നു. 189ഓളം ആൾക്കാർ മരിച്ചു. 800 were injured. ഈ ATS ആന്റി ടെററിസം സ്ക്വാഡ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും 2015 ഒരു സ്പെഷ്യൽ കോർട്ട് 5 പേർക്ക്, ഇതിൽ ഉൾപ്പെട്ട 5 പേർക്ക് വധശിക്ഷ വിധിക്കുകയും 7 ആൾക്കാർക്ക് ജീവപര്യന്തം തടവ് കൊടുക്കുകയും ചെയ്തു. ഓക്കെ, സോ പിന്നീട് 2024 ബോംബെ ഹൈക്കോർട്ട് ഇത് ക്യാൻസൽ ചെയ്യണം. ഓക്കെ, ദേ ഹാവ് ക്യാൻസൽഡ് ഓൾ ദോസ് പണിഷ്മെന്റ്സ്. അവർ പറഞ്ഞു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ വളരെ വീക്കായിരുന്നു. ഇതിൽ വിറ്റ്നസ് ഒക്കെ വന്നത് ഏകദേശം ഈ ഒരു ഇൻസിഡന്റ് നടന്നിട്ട് 3 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഓരോ ആൾക്കാർ വന്നത്. ഓക്കെ, അവര് ഞങ്ങളത് കണ്ടു, ഞങ്ങൾ അത് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നത് അത്രയും ടൈമിന് ശേഷമാണ്. ഓക്കെ, ആ ഒരു വിറ്റ്നസ് ആണെന്നുണ്ടെങ്കിലും കൺഫെഷൻസ് ആണെന്നുണ്ടെങ്കിലും ദേ വർ അൺറിലയബിൾ. ഫോറൻസിക്കും അതേപോലെ ഈ ഐഡന്റിഫിക്കേഷൻ മെത്തേഡ്സും ദേ വർ ഫോൾട്ടി. Okay, so the deadly attack happened in 2006. People were punished in 2015. 2024 the court said the case was not strong enough and they freed them all. വളരെ വലിയൊരു ഡിലേ നമുക്ക് ഇവിടെ കാണാൻ പറ്റുമല്ലേ. ആ ഒരു അക്യൂസ്ഡ് ദേ ഹാവ് സ്പെൻഡ് 19 years in jail.
9 വർഷം ട്രയൽ കോർട്ടിന്റെ ഡിസിഷന് വേണ്ടിയിട്ട് അവർ നോക്കി നിന്നു. പിന്നീട് ഒരു 10 വർഷം ഹൈക്കോടതി ജഡ്ജ്മെന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. ആൻഡ് ലാസ്റ്റ് they were finally found not guilty. Okay. And but after nearly 2 decades behind the bars, വളരെ വലിയൊരു ചാർജ് ഷീറ്റ് ആണ് ATS ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ വളരെ കുറവ് ക്ലാരിറ്റി അതിനുണ്ടായിരുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ. ATS, അതായത് ഈ ആന്റി ടെററിസം സ്ക്വാഡ്, ഈ 20,000 പേജുള്ള ചാർജ് ഷീറ്റ് ആണ് കോടതിയിൽ ഫയൽ ചെയ്തത് അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്തത്. പക്ഷെ ഇറ്റ് വാസ് ക്രിട്ടിസൈസ്ഡ്. വളരെ വലുതായിരുന്നു, 20,000 പേജ് ചാർജ് ഷീറ്റും, പക്ഷെ അതിലൊരു വ്യക്തതയില്ല. ഓക്കെ, ഇറ്റ് ലാക്ക് ടു ഫോക്കസ് ആൻഡ് ക്ലാരിറ്റി. സോ ഇതിന് ക്രിട്ടിസൈസ്, അതായത് പറഞ്ഞത് ഇപ്പോൾ നമുക്ക് ഇപ്പൊ എക്സാം എഴുതുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ മെയിൻസ് ഒക്കെ എഴുതുന്ന സമയത്ത് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഫെമിലിയർ ആയിരിക്കുമല്ലോ. ചിലത് നമുക്ക് ഒന്നും അറിയാത്ത സാധനങ്ങൾ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വെറുതെ അങ്ങോട്ട് കുത്തി നിറച്ച് എഴുതി വിടും. ഓക്കെ, സോ അതേപോലെയാണ് ഇവിടെ ഇവർ ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ഇറ്റ് ഈസ് ലൈക്ക് സ്റ്റുഡൻസ് റൈറ്റിംഗ് ടു മച്ച് ഇൻ ആൻ എക്സാം വിത്തൗട്ട് ക്ലിയർ ആൻസർ. ഇവിടെ ഈ ദീസ് പീപ്പിൾ ദേ വർ ഇൻ ജയിൽ ഫോർ ഇയേഴ്സ് അല്ലെ, ഈവൻ ദോ ദേ വർ ലേറ്റർ ഡിക്ലെയർഡ് ഇന്നസെന്റ്. അവർക്ക് അവരുടെ ആ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെടുകയാണ് ചെയ്തതല്ല, വിത്തൗട്ട് ബീങ് പ്രോപ്പർലി കൺവിക്റ്റഡ്. ഓക്കെ, ഇത് വളരെ ബേസിക് ആയിട്ടുള്ള അവരുടെ ആ ഒരു അവകാശങ്ങളെ വയലേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ റൈറ്റ് ടു ലിബർട്ടി ആണെന്നുണ്ടെങ്കിലും റൈറ്റ് ടു ഫെയർ ആൻഡ് സ്പീഡി ട്രയൽ ആണെന്നുണ്ടെങ്കിലും ഇതിനെല്ലാം വയലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ആരാണ് റെസ്പോൺസിബിൾ എന്ന് ചോദിച്ചാൽ ഒരു സിംഗിൾ ഇൻസ്റ്റിറ്റ്യൂഷനെ നമുക്ക് ഈ ഒരു ഫുൾ റെസ്പോൺസിബിലിറ്റി നമുക്ക് അവരുടെ മേലെ ഇടാൻ പറ്റില്ല. ഇവിടെ പോലീസ് ആണെന്നുണ്ടെങ്കിലും പ്രോസിക്യൂട്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും ജഡ്ജസ് ആണെന്നുണ്ടെങ്കിലും ലോയേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇവരെല്ലാവരും ഇവിടെ തോറ്റു. They have all failed to ensure speedy justice and to protect the right of the accused. ഓക്കെ, ഈ ഒരു കേസ് ഒരുപാട് കാലം നീണ്ടു നിന്നുണ്ട്. അതായത് വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർ ഏകദേശം 19 വർഷത്തോളം അവർ ജയിലിൽ കഴിഞ്ഞു. The system failed to give them a fair and timely trial. It shows a serious problem in India's justice system. സോ ഇവിടെ വിറ്റ്നസ് പ്രോബ്ലം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടു എന്ന് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ വിറ്റ്നസ്. ഓക്കെ, അവരവരുടെ സ്റ്റേറ്റ്മെന്റ് മാറ്റുകയാണ് ചെയ്തത്. ക്രോസ് ക്വസ്റ്റ്യനിങ്ങിന്റെ ടൈമിൽ അവരവരുടെ സ്റ്റേറ്റ്മെന്റ് മൊഴി മാറ്റി. ഓക്കെ, സോ ദിസ് മെയ്ഡ് ദെയർ എവിഡൻസ് വെരി വീക്ക് ആൻഡ് അൺറിലയബിൾ. അതേപോലെ തന്നെ രണ്ട് അക്യൂസ്ഡ് അവര് സെയിം ആയിട്ടുള്ള കൺഫെഷനാണ് കൊടുത്തത്, വേർഡ് ഫോർ വേർഡ്. എല്ലാ കുത്തും കോമയും മറ്റേ ക്വസ്റ്റ്യൻ മാർക്കും എക്സ്ക്ലമേഷൻ മാർക്കും അടക്കം എല്ലാ പങ്ക്ച്വേഷൻ മാർക്സും ദേ മാച്ച്ഡ്. ഓക്കെ, സോ ദിസ് റേസ്ഡ് എ വെരി സീരിയസ് ഡൗട്ട് ദാറ്റ് ദ കൺഫെഷൻ വേർ ഈദർ കോപ്പീഡ് അല്ലെങ്കിൽ അവരെ കൊണ്ട് ഫോഴ്സ് ചെയ്തിട്ട് ചെയ്യിപ്പിച്ചതാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡ് നടത്തും. അതായത് ഈ കണ്ടു എന്ന് പറയുന്ന ആൾക്കാരെ കൊണ്ട് ആ ഒരു ഗ്രൂപ്പിനിടയിൽ നിന്ന് ഈ അക്യൂസ്ഡിനെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഈ ഒരു കേസിൽ ഈ ഒരു ടെസ്റ്റ് ഐഡന്റിഫിക്കേഷൻ പരേഡ് നടത്തിയത് ഒരു ഓതറൈസേഷൻ ഇല്ലാത്ത ഒരാളാണ്. ഇറ്റ് വാസ് ഡൺ ബൈ സംവൺ നോട്ട് ഓതറൈസ്ഡ്. ഓക്കെ, ഈ സ്കെച്ച് വരച്ച ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ, ഹു മെയ്ഡ് ദി സസ്പെക്ട്സ് ഇമേജ് ആൻഡ് ഹി വാസ് നോട്ട് കോൾഡ് ടു ദ കോർട്ട്. ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു പ്രോസസ്സ് ഇറ്റ് വാസ് നോട്ട് ട്രസ്റ്റ് വർത്തി. പോലീസ് ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്തിട്ടില്ല. ഈ ഒരു ഫോറൻസിക് എവിഡൻസ് ഹാൻഡിൽ ചെയ്യുന്നതിലും അതേപോലെ ട്രാക്ക് ചെയ്യുന്നതിലും അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഓക്കെ, ലൈക്ക് ബോംബ് പാർട്സ് ആൻഡ് ഫിംഗർ പ്രിന്റ്സ് ആൻഡ് ദ പോലീസ് ഡിഡ് നോട്ട് പ്രോപ്പർലി ട്രാക്ക് ഓർ ഹാൻഡിൽ ഫോറൻസിക് എവിഡൻസ്. സോ ഇത് ആ ഒരു ചെയിൻ ഓഫ് കസ്റ്റഡിയുടെ ആ ഒരു ദിസ് ബ്രേക്സ് ദി ചെയിൻ ഓഫ് കസ്റ്റഡി. അതായത് വളരെ അൺക്ലിയർ ആണ് ആ ഒരു എവിഡൻസ്. ഓക്കെ, അത് ടാമ്പർ ചെയ്തിരിക്കുന്നതായിട്ട് വരെ നമുക്കത് കണക്കാക്കാം. ഇറ്റ്സ് വെരി അൺക്ലിയർ. ദ എവിഡൻസ് വാസ് ടാമ്പേർഡ്. അതേപോലെ ദേ ഹാവ് ഇഗ്നോർഡ് ന്യൂ ക്ലൂസ്. ഇന്ത്യൻ മുജാഹിദീൻ എന്ന് പറയുന്ന ഒരു സംഘടന, ഓക്കെ, ദേ വർ കോട്ട് ഇൻ 2008. അവർക്ക് ഇങ്ങനെ ഈ ട്രെയിൻ ബ്ലാസ്റ്റുമായിട്ട് ഒരു ലിങ്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ദേ ഹാഡ് ലിങ്ക്സ് ടു സിമിലർ ട്രെയിൻ ബ്ലാസ്റ്റ്. പക്ഷേ ATS ഇത് ഇഗ്നോർ ചെയ്യുകയും അവർ പിന്നെയും ബ്ലെയിം ചെയ്തത് ഈ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ SIMI എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിന് മേലെ പഴിചാരാനാണ് ATS നോക്കിയത്. ഓക്കെ, ഇന്ത്യൻ മുജാഹിദീൻ എന്ന് പറയുന്ന ആ ഒരു സംഘടനയെ പറ്റി വ്യക്തമായിട്ടുള്ള വിവരം ഇവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവരും ഇതേപോലെ ട്രെയിൻ ബ്ലാസ്റ്റ് ആണ് ഇവന്മാരുടെ മെയിൻ പരിപാടി. ഓക്കെ, എന്നിട്ട് പോലും വേറൊരു സംഘടനയുടെ മേലെ ആ ഒരു പഴി ചാർത്താനാണ് ഇവർ നോക്കിയത്. ദിസ് ഷോസ് എ ലാക്ക് ഓഫ് പ്രോപ്പർ ഫോളോ അപ്പ് ഇൻ ദി ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ, ഈ ഒരു കേസിൽ ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. വിറ്റ്നസ് ഭയങ്കര വീക്കായിരുന്നു, ഫേക്ക് കൺഫെഷൻ, എവിഡൻസ് വളരെ പുവറായിട്ടാണ് ഹാൻഡിൽ ചെയ്തത്.
പുതിയതായിട്ട് ഇതിലോട്ട് വന്ന ഈ ലീഡുകൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഈ ഒരു പുതിയ ക്ലൂസ് അല്ലെങ്കിൽ ലീഡ് ഇത് അവർ ഇഗ്നോർ ചെയ്യാണ് ചെയ്തത്. ഓൾ ദിസ് ഹാസ് മെയ്ഡ് ദ കേസ് ഫോൾ അപ്പാർട്ട് ഇൻ ദ കോർട്ട്. അതേപോലെ ഈ RTI ആക്ടിന് ഇവർ വളരെ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിനെ. ഇവിടെ ഉണ്ടായിരുന്ന ഡിഫൻസ് ലോയേഴ്സും അതേപോലെ അക്യൂസ്ഡും ദേ ഹാവ് ഫയൽഡ് മെനി RTI അപ്ലിക്കേഷൻസ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പോലീസിന്റെ കയ്യിൽ നിന്നും ഹോസ്പിറ്റൽസ് നിന്നും അതേപോലെ ഫോൺ റെക്കോർഡ്സ് അതിൻ്റെയൊക്കെ ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് അവർക്ക് കിട്ടി. ഈ ഡോക്യുമെന്റ്സിലൂടെ ഇറ്റ് എക്സ്പോസ്ഡ് മിസ്റ്റേക്സ് ആൻഡ് ലൈസ് ഇൻ ദി പോലീസ് കേസ്. ഓക്കെ, സോ അത് കിട്ടിയത് കൊണ്ട് മാത്രമാണ് അവർക്കത് മനസ്സിലായത്, ഈ സംഭവം ഫുള്ള് കെട്ടിച്ചമച്ചാണെന്നുള്ള സംഭവം അവർക്ക് മനസ്സിലായത് ഈ ഒരു RTI ആക്ട് കൊണ്ടാണ്. എന്താണ് ഈ ഒരു RTI ആക്ട് റിവീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഒരു ഹോസ്പിറ്റൽ വിറ്റ്നസ് ഒക്കെ ഇതിനിടയിൽ വരുന്നുണ്ട്, ഒരു ഫേക്ക് ആയിട്ടുള്ള ആളെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. RTIയിലൂടെ മനസ്സിലായി അങ്ങനെ ഒരു ആളെ ഇല്ല. ഓക്കെ, ദാറ്റ് പേഴ്സൺ ഡിഡ്ന്റ് എക്സിസ്റ്റ്. അതേപോലെ ഈ പ്രോസിക്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ജോബ് ചേഞ്ച് റെക്കോർഡ്സിനൊക്കെ എവിഡൻസ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ദി RTI ഡോക്യുമെന്റ്സ് പ്രൂവ്ഡ് ദം റോങ്. ഈ RTI ഇവര് വളരെ സ്മാർട്ടായിട്ട് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഈ അക്യൂസ്ഡിന്റെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാൻ അത് കാരണമായി. എസ്പെഷ്യലി ആർട്ടിക്കിൾ 23. ഓക്കെ, അതായത് ദി പ്രൊട്ടക്ഷൻ ഫ്രം സെൽഫ് ഇൻക്രിമിനേഷൻ, അല്ലെങ്കിൽ ഈ സ്വയം കുറ്റാരോപണം ഉണ്ടല്ലോ, യു കാൻ ബി ഫോഴ്സ് ടു ടെസ്റ്റിഫൈ അഗെയിൻസ്റ്റ് യുവർ സെൽഫ്. അതേപോലെ റൈറ്റ് ടു ഫെയർ ട്രയൽ ആൻഡ് ഡിഫൻസ്, ആർട്ടിക്കിൾ 21 അണ്ടറിലുള്ള ഇറ്റ് ഇസ് എ വെരി കീ പാർട്ട് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് അല്ലേ. സോ ഈ ഒരു റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അത് ആ ഡിഫൻസിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ടു പ്രൂവ് ദാറ്റ് ദി പ്രോസിക്യൂഷൻ കേസ് ഹാഡ് എ സീരിയസ് ഇറേഴ്സ്. ഇറ്റ് ഷോഡ് ഹൗ ട്രാൻസ്പാരൻസി ലോസ് ക്യാൻ സപ്പോർട്ട് ഫെയർ ട്രയൽസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ്സ്. എല്ലാ ലെവലിലുള്ള സിസ്റ്റം ഫെയിലിയേഴ്സ് നമുക്ക് ഈ ഒരു കേസിൽ കാണാൻ പറ്റും. ഓക്കെ, ദ കേസ് ഷോഡ് ഡീപ് പ്രോബ്ലംസ് എവ്രിവെയർ. ഈ ഒരു കേസ് ആകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കാണ്. പോലീസ് ജസ്റ്റ് മെസ്ഡ് അപ്പ് ദി ഇൻവെസ്റ്റിഗേഷൻ. ഇവിടെ ലോയേഴ്സും പ്രോസിക്യൂട്ടേഴ്സും ദേ ഹാവ് ഫെയിൽഡ്. ഓക്കെ, കോടതികൾ ഇത്രയും സമയമെടുത്തു, ദേ ടുക്ക് ടു ലോങ്. അതേപോലെ നമ്മുടെ ഈ ഒരു പ്രിസൺ സിസ്റ്റം ഇറ്റ് കെപ്റ്റ് പീപ്പിൾ ഇൻ ജയിൽ ഫോർ 19 years വിത്തൗട്ട് ഗിൽറ്റ് പ്രൂവൺ. ഓക്കെ, ഇത് ചിലപ്പോൾ നാളെ എനിക്കോ നിങ്ങൾക്കോ സംഭവിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, ഇവിടെ ആർക്കും ജസ്റ്റിസ് കിട്ടിയിട്ടില്ല. ഇതിൽ മരിച്ച വിക്ടിംസിന്റെ ഫാമിലീസിന് ദേ സ്റ്റിൽ ഹാവ് നോ ക്ലോഷർ. ഓക്കെ, 19 വർഷം കഴിഞ്ഞിട്ടും ഇതിന് ക്ലിയർ ആയിട്ട് ആരാണോ ചെയ്തത് അവരെ ശിക്ഷിച്ചിട്ടില്ല. ഇതിന് പകരം തെറ്റ് ചെയ്യാത്ത ആൾക്കാരെ പിടിച്ച് 19 വർഷം ജയിലിലിട്ടു. ഓക്കെ, ദി അക്യൂസ്ഡ് ഹു വർ അക്വിറ്റഡ് ഓൾറെഡി സഫേർഡ് പണിഷ്മെന്റ് ജസ്റ്റ് ബൈ ബീങ് ഇൻ ജയിൽ ഫോർ സോ ലോങ് ഈവൻ ദോ ദേ വർ നോട്ട് ഗിൽറ്റി. ഓക്കെ, നമുക്കിവിടെ വേണ്ടത് ചെറിയ മാറ്റങ്ങളൊന്നും അല്ല. ഓക്കെ, ദി കോസ്മെറ്റിക് ചേഞ്ചസ് ടു ലോസ് ആർ നോട്ട് ഇനഫ്. എൻറ്റയർ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം ഇറ്റ് നീഡ്സ് എ മേജർ ഓവർഹോൾ. ഓക്കെ, ഇവിടെ എന്ത് റിഫോംസ് ആണ് വേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ പോലീസിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പോലീസിന്റെ മേലെ വെക്കുന്ന പൊളിറ്റിക്കൽ പ്രഷർ ആദ്യം കുറയ്ക്കണം. ഓക്കെ, അതേപോലെ തന്നെ വളരെ ലേസി ആയിട്ടുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻസ്, ഓക്കെ, അത് ഫിക്സ് ചെയ്യണം. ഓക്കെ, ഫോൾട്ടി ഇൻവെസ്റ്റിഗേഷൻസും ലേസി ഇൻവെസ്റ്റിഗേഷൻസും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റണം. ജുഡീഷ്യൽ റിഫോംസിന്റെ കാര്യം എടുക്കുമ്പോൾ ഈ ട്രയൽസ് ഒക്കെ കുറച്ചും കൂടി ഫാസ്റ്റ് ആക്കണം, ജഡ്ജസിന്റെ നമ്പർ ഒക്കെ കൂട്ടണം. ഓക്കെ, ടു ഹാൻഡിൽ ദി ലോഡ്. പിന്നെ പ്രോസിക്യൂഷൻ റിഫോംസ് വളരെയധികം അത്യാവശ്യമാണ്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സത്യത്തിലും അതേപോലെ ആ തെളിവിലുമാണ്. ഓക്കെ, ട്രൂത്തിലും അതേപോലെ എവിഡൻസിലും ഫോക്കസ് ചെയ്യണം, നോട്ട് ജസ്റ്റ് ഗെറ്റിംഗ് എ കൺവിക്ഷൻ. പ്രിസൺ റിഫോംസിന്റെ കാര്യം എടുക്കുമ്പോൾ ഈ ആൾക്കാർ, അതായത് ട്രയൽസിലുള്ള ആൾക്കാരുണ്ടല്ലോ, അവരുടെ ആ ഒരു അവകാശങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. ഓക്കെ, സോ ഇതിൽ ഇപ്പോൾ ജയിലിൽ ചില ആൾക്കാർ ഇടുമല്ലോ, അതായത് ആ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും, എന്നാലും ദി പീപ്പിൾ നോട്ട് യെറ്റ് പ്രൂവൺ ഗിൽറ്റി. ഓക്കെ, അണ്ടർ ട്രയൽസിലുള്ള ആൾക്കാർ അവരുടെ ആ ഒരു അവകാശങ്ങൾ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റണം. അതേപോലെ തന്നെ ജയിൽ, അതായത് വി മസ്റ്റ് അവോയ്ഡ് ജയിൽ ബിക്കമിങ് പണിഷ്മെന്റ് വിത്തൗട്ട് ട്രയൽ. പബ്ലിക് ട്രസ്റ്റ് തന്നെ ഇവിടെ വളരെയധികം ഒരു ഡേഞ്ചർ സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അതായത് ജസ്റ്റിസ് സിസ്റ്റത്തിലുള്ള നമ്മുടെ നിയമത്തിലുള്ള ആൾക്കാരുടെ ആ ഒരു വിശ്വാസം നഷ്ടമായി. ഓക്കെ, സോ ഇഫ് ജസ്റ്റിസ് കീപ്സ് ഗെറ്റിംഗ് ഡിലൈഡ് ഓർ ഡിനൈഡ്, ഓക്കെ, ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് എന്നുള്ളൊരു വാക്കുണ്ടല്ലോ. സോ അത് ഇപ്പോ ഇതിങ്ങനെ ഉണ്ടായത് കൊണ്ട് തന്നെ ആൾക്കാർക്ക് ഈ ഒരു വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊരു ടൈം ബോംബ് പോലെയാണ്. ഓക്കെ, ഇത് ഏത് നിമിഷവും ഇത് സാധനം പൊട്ടിത്തെറിക്കും. ഇറ്റ് കുഡ് ലീഡ് ടു ആങ്കർ, പ്രൊട്ടസ്റ്റ് ഓർ അൺറസ്റ്റ്. സോ ഇൻ ഷോർട്ട് വി ക്യാൻ സേ ദാറ്റ് ഈ ഒരു കേസ് ഒരു വാർണിംഗ് സൈൻ ആണ്.
ജസ്റ്റിസ് സിസ്റ്റത്തിൽ സീരിയസ് റിഫോംസ് നമ്മൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ, ഈ പോലീസിലാണെങ്കിലും കോടതിയിലാണെന്നുണ്ടെങ്കിലും പ്രോസിക്യൂഷൻസിലാണെന്നുണ്ടെങ്കിലും പ്രിസൺസിലാണെന്നുണ്ടെങ്കിലും ഈ വിക്ടിംസിനും അത് എന്താ പറയാ, ദേ വിൽ ഓൾസോ സഫർ. അതേപോലെ ഇന്നസെന്റ്, ഇതിൽ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ആൾക്കാർ അവരും ഇവിടെ സഫർ ചെയ്യും. ഓക്കെ, അതായത് ആൻഡ് മെയിൻ ആയിട്ട് പബ്ലിക്കിന്റെ ആ ഒരു ട്രസ്റ്റ് ഇറ്റ് വിൽ കൊളാപ്സ്. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം. ബയോചാറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസാണ്. എന്താണ് ബയോചാർ എന്നുള്ള കാര്യം പറയാം. അതിന് മുമ്പ് നമ്മുടെ റിലയൻസ് എടുക്കുമ്പോൾ എൻവയോൺമെന്റ് എക്കോളജിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ പ്രിലിംസിൽ. ഓക്കെ, നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു ഫാക്ട് ബേസ്ഡ് അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാം. സോ ഈ ഒരു ബയോചാറിന്റെ ഒരു റോൾ എന്താണ്, അതായത് ആ ഒരു മണ്ണിന്റെ ഹെൽത്ത്, സോയിലിന്റെ ഹെൽത്തും അതേപോലെ വാട്ടർ റിട്ടൻഷൻ ചെയ്യാനൊക്കെ ഈ സാധനം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലൈമറ്റ് ചേഞ്ചിൽ ഉള്ള അതിന് ഇമ്പോർട്ടൻസ് എന്താണ്, ഓക്കെ, അഗ്രികൾച്ചറിലുള്ള യൂസ്. സോ അതൊക്കെ പ്രിലിംസിൽ നമുക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പ്രതീക്ഷിക്കാം. അതേപോലെ ഇപ്പോൾ GS പേപ്പർ 3 നമുക്ക് മെയിനായിട്ട് എൻവയോൺമെന്റും അഗ്രികൾച്ചറും ക്ലൈമറ്റ് ചേഞ്ച് ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള ടോപ്പിക്സ് ഒക്കെ വരുന്നത് GS പേപ്പർ 3 അതേപോലെ എക്കോണമിയിൽ, ഓക്കെ, നിങ്ങൾക്ക് ഇതിനെ ബയോ എക്കോണമി ആയിട്ടും അത് നമ്മുടെ MSMEs ആയിട്ടും ഗ്രീൻ ഓണ്ടർപ്രണർഷിപ്പ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ ലിങ്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ കാര്യം എടുക്കുമ്പോൾ ഈ ബയോചാർ എന്നുള്ള ഈ ഒരു സാധനം നമുക്ക് ഈ ന്യൂസിൽ ഈ ബയോചാർ നിങ്ങൾ മുമ്പും കേട്ടിട്ടുണ്ടാവും. നമ്മളത് ബയോചാർ എടുത്ത് ഡിസ്കസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇന്ത്യയുടെ നെറ്റ് സീറോ ഗോൾസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് 2070 കൂടിയിട്ട് നമ്മൾ ഈ ഒരു നെറ്റ് സീറോ ഗോൾസിലോട്ട് എത്തുന്നുണ്ടല്ലോ. അതിൽ ഈ ഒരു ബയോചാറിനെ പറ്റിയിട്ടുള്ള ഒരു മെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ഈ കാർബൺ മാർക്കറ്റുകളിലുള്ള ആ ഒരു ഇൻട്രസ്റ്റും ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രികൾച്ചറിലും അതിലും ഈ ഒരു ബയോചാർ എന്നുള്ളൊരു സാധനം കയറി വരുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, അതിൽ ബയോചാറിന് റെഫറൻസ് ഉണ്ട്. ടോട്ടൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഓക്കെ, ഇതിന്റെ ആ ഒരു ഡെഫിനിഷനും ബയോചാറിന്റെ ആ ഒരു സയൻസ് ഒക്കെ ഒന്ന് നൈസായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക, അതിന്റെ അപ്ലിക്കേഷൻസും ബെനിഫിറ്റ്സും. ഓക്കെ, സോ അതിന്റെ വേ ഫോർവേഡും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, സോ ഇവിടെ ഈ ബയോചാർ എന്ന് പറയുന്നത് ഇതൊരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് ചാർക്കോൾ അല്ലെങ്കിൽ ഒരു കരിയാണ്, ഒരു ടൈപ്പ് ഓഫ് കരിയാണ്. ഓക്കെ, സോ ഇത് ഈ കൃഷി മാലിന്യങ്ങളിൽ നിന്നും അതേപോലെ സിറ്റി ഗാർബേജസിൽ ഇതിന്നുള്ള ഈ ഒരു വേസ്റ്റ് ഇത് കത്തിക്കുകയാണ്. ഓക്കെ, ഓക്സിജന്റെ പ്രസൻസിൽ ഇല്ലാതെ, ഓക്കെ, ഓക്സിജൻ ഈ സെയിമിൽ ഇല്ല. ഓക്കെ, സോ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ചാർക്കോൾ. ഇറ്റ് ഈസ് മെയ്ഡ് ബൈ ബേണിംഗ് ക്രോപ്പ് വേസ്റ്റ് ആൻഡ് സിറ്റി ഗാർബേജ്. ഓക്കെ, വിത്തൗട്ട് ദി പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഇത് കാർബൺ റിച്ച് ആണ്, അതേപോലെ നമ്മുടെ എൻവയോൺമെന്റിന് വളരെ നല്ലൊരു സാധനമാണ്. ഓക്കെ, അല്ലെങ്കിൽ വേസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ നമ്മൾ ടോപ്പ് ആയതുകൊണ്ട് ഇന്ത്യ ഏകദേശം 600 മില്യൺ ടൺ ക്രോപ്പ് വേസ്റ്റ് എല്ലാ വർഷവും ഉണ്ടാക്കുന്നുണ്ട്. ഏകദേശം 60+, അതായത് 60+ മില്യൺ ടൺസ് ഓഫ് സിറ്റി വേസ്റ്റ്. ഓക്കെ, അതായത് സിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ ആ ഒരു ഗാർബേജിൽ നിന്ന് ഉണ്ടാക്കുന്ന ഒരു വേസ്റ്റ്, അത് ഏകദേശം 60+ മില്യൺ ടൺസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് എല്ലാ വർഷവും. സോ നമുക്ക് എന്താണ് ഈ ഒരു വേസ്റ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇതിന്റെ ഒരു 30% തൊട്ട് 50% ഈ ഒരു വേസ്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് 15 to 26 മില്യൺ ടൺസ് ഓഫ് ബയോചാർ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡിന് ഒരു എന്താ പറയാ, ദിസ് ക്യാൻ റിമൂവ് എ ബിഗ് എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, ഏകദേശം ഒരു 0.1 ജിഗാ ടൺസോളം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് വെരി ഹ്യൂജ്. അതേപോലെ ഈ ബയോചാറിന്ന് കുറച്ച് യൂസ്ഫുൾ ആയിട്ടുള്ള ബയോ പ്രൊഡക്ട്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ സിൻഗ്യാസ്, ബയോ ഓയിൽ പോലെയുള്ള സാധനങ്ങൾ. സിൻഗ്യാസ് എന്നുള്ളത് ഇറ്റ് ഈസ് ലൈക്ക് എ ഗ്യാസ് ഫ്യൂൽ. ഓക്കെ, സോ അത് നമുക്ക് ഇലക്ട്രിസിറ്റി, ഇറ്റ് ക്യാൻ ബി യൂസ് ടു മേക്ക് ഇലക്ട്രിസിറ്റി. ഓക്കെ, അതായത് ചെറിയ ചെറിയ സ്മോൾ സിറ്റീസ് എല്ലാം പവർ ചെയ്യാൻ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, സോ ഇറ്റ് ക്യാൻ സേവ് അബൌട്ട് 0.4 to 0.7 മില്യൺ ടൺസ് ഓഫ് കോൾ. ഓക്കെ, സിൻഗ്യാസിന്റെ കാര്യമാണ് പറഞ്ഞത്. ബയോ ഓയിൽ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 8% ഡീസലിനെയും കെറോസിനെയും നമുക്ക് ഈ സാധനം വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇത് വളരെ വലിയൊരു ബിഗ് ബെനിഫിറ്റ് ആണ്. ഓക്കെ, ബയോചാറിലുള്ള ഈ ബൈ പ്രൊഡക്ട്സും ഏകദേശം 2% ഇന്ത്യൻ ഫോസിൽ ഫ്യൂൽ പൊല്യൂഷൻ കുറയ്ക്കാൻ സാധിക്കും. So turning waste into biochar, it is a very smart way to clean the air, generate energy and reduce pollution, all from things we usually throw away. So നമ്മൾ ടോട്ടലി നോക്കുമ്പോൾ ഈ ബയോചാർ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഓക്കെ, ഇപ്പോൾ സോയിലിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ഏകദേശം ഈ കാർബണിനെയൊക്കെ ലോക്ക് ചെയ്യാൻ പറ്റും. ഒരു 100 വർഷം തൊട്ട് 1000 വർഷം വരെ ബയോചാറിന് കാർബൺസിന് ലോക്ക് ചെയ്യാൻ പറ്റും സോയിലിൽ. ഓക്കെ, ഇതൊരു ലോങ് ടേം കാർബൺ ബാങ്ക് പോലെയാണ് പ്രവർത്തിക്കുക. സോ അത് ഫാമേഴ്സിന്, അതായത് ഫാമുകളെ ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും. ഓക്കെ,
ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ വാട്ടർ ഹോൾഡ് ചെയ്യാൻ പറ്റും കുറച്ചും കൂടി, മണ്ണിൽ കുറച്ചും കൂടി വെള്ളം നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ മണ്ണിന്റെ ആ ഒരു സോയിൽ ഹെൽത്ത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നൈട്രസ് ഓക്സൈഡ് അത് നമുക്ക് ഏകദേശം ഒരു പരിധി വരെയൊക്കെ കുറയ്ക്കാൻ പറ്റും. ഒരു 30% തൊട്ട് 50% വരെ നമുക്ക് നൈട്രസ് ഓക്സൈഡ് കുറയ്ക്കാൻ പറ്റും. നൈട്രസ് ഓക്സൈഡ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഈ ബയോചാറിലൂടെ നമുക്ക് ഓർഗാനിക് മാറ്റർ, വി ക്യാൻ ആഡ് മോർ ഓർഗാനിക് മാറ്റർ. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് വെരി ഗ്രേറ്റ് ഫോർ ഡാമേജ്ഡ് സോയിൽ. ഈ ഒരു സ്പെഷ്യൽ ബയോചാറിന് ഇറ്റ് ക്യാൻ ട്രാപ്പ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ഫാക്ടറി സ്മോക്ക്. ഓക്കെ, അത് ഈ ഹൈടെക് മെത്തേഡ് പോലെ അത്രത്തോളം പവർഫുൾ അല്ലാന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഉപകാരം കൂടി ഉണ്ട്. അതേപോലെ കോൺക്രീറ്റിൽ ഏകദേശം 2% തൊട്ടിട്ട് 5% വരെ ബയോചാർ നമ്മൾ കോൺക്രീറ്റിൽ മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബിൽഡിങ്സിനെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കും. ഹീറ്റ് റെസിസ്റ്റൻസ് കൂട്ടാൻ പറ്റും. ഓക്കെ, 20% വരെ ഹീറ്റ് റെസിസ്റ്റൻസ് കൂട്ടാൻ പറ്റും. It can store 115 kilogram of carbon dioxide in every 1 cubic meter of concrete. അതേപോലെ വാട്ടർ ക്ലീനിങ്ങിന് യൂസ് ചെയ്യാം. 1 കിലോ ബയോചാർ അതിനെ ഏകദേശം 200 ലിറ്റർ തൊട്ട് 500 ലിറ്റർ വരെ ഡേർട്ടി വാട്ടർ നമുക്ക് ഇതിലൂടെ ഫിൽട്ടർ ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. ഇന്ത്യ ഹാസ് സോ മച്ച് അൺട്രീറ്റഡ് വേസ്റ്റ് വാട്ടർ അല്ലേ, ദാറ്റ് വി കുഡ് യൂസ് അപ് ടു 6.3 million tons of biochar to clean it. ബയോചാർ എന്നുള്ളത് ഇറ്റ് ഈസ് ജസ്റ്റ് ഇറ്റ് ഈസൻ ജസ്റ്റ് അബൌട്ട് ഫാമിങ്. ഓക്കെ, അതിലൂടെ നമുക്ക് നമ്മുടെ വായുവിനെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും, വെള്ളത്തിനെ ക്ലീൻ ചെയ്യാം, നമുക്ക് നമ്മുടെ ബിൽഡിങ്സിനെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കാം. വി ക്യാൻ ഡു ഓൾ ദീസ് തിങ്സ് വൈൽ ഫൈറ്റിംഗ് ക്ലൈമറ്റ് ചേഞ്ച്. മെയിനായിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു ബയോചാർ യൂസ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ, അതായത് ഈ ഒരു കാർബൺ ക്രെഡിറ്റ് മാർക്കറ്റ് പോലെയുള്ള സാധനങ്ങളിൽ ഈ ഒരു ബയോചാർ അധികം പോപ്പുലർ അല്ല. ഒരു സ്റ്റാൻഡേർഡ് റൂള് ഈ ഒരു സാധനത്തിന് ഇല്ല ഫോർ ദ ടൈപ്പ് ഓഫ് വേസ്റ്റ് യൂസ്ഡ്. ഓക്കെ, അതേപോലെ തന്നെ ഇത് മെഷർ ചെയ്യാൻ വളരെയധികം ഹാർഡാണ്. ഓക്കെ, എത്രത്തോളം കാർബൺ സേവ് ചെയ്ത് നോക്കാനൊക്കെ വളരെയധികം ഹാർഡാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബയോചാർ ഇറ്റ് ഇസ് നോട്ട് പോപ്പുലർ ഇൻ കാർബൺ ക്രെഡിറ്റ് മാർക്കറ്റ്. മെയിൻ ആയിട്ടുള്ള വേറെ കുറച്ച് ബാരിയേഴ്സ് എന്താന്ന് പറഞ്ഞാൽ, R&D വളരെ ലോ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, അതായത് ഒരു വലിയൊരു ഇന്നോവേഷൻ ഒന്നും ഇവിടെ കൊണ്ടുവരുന്നില്ല. പിന്നെ മാർക്കറ്റുകളിലും പോളിസിയിലുള്ള കൺഫ്യൂഷനാണ്, വളരെ അൺക്ലിയർ ആയിട്ടുള്ള റൂൾസ് ആണ് ഉള്ളത്. ഓക്കെ, അതേപോലെ തന്നെ വളരെ സോളിഡ് ആയിട്ടുള്ള ബിസിനസ് മോഡൽസ് ഒന്നും ആരും കൊണ്ടുവരുന്നില്ല. കമ്പനീസ് ഇതിലൊരു ക്ലിയർ പ്രോഫിറ്റ് ഒന്നും അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. വളരെ വീക്ക് ആയിട്ടുള്ള ട്രെയിനിങ് സിസ്റ്റം ആണ് ഉള്ളത്. ഓക്കെ, അത് മോണിറ്റർ ചെയ്യാൻ വളരെ ഹാർഡാണ്, റിപ്പോർട്ട് ചെയ്യാൻ പ്രയാസമാണ്, ആൻഡ് ഇറ്റ് ഈസ് വെരി ഹാർഡ് ടു വെരിഫൈ ഹൗ എഫക്റ്റീവ് ഇറ്റ് ഈസ്. അതേപോലെ തന്നെ വളരെ പുവർ കോർഡിനേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഫാമിംഗ് സെക്ടർ എന്നാണെന്നുണ്ടെങ്കിലും, എനർജി എന്നാണെന്നുണ്ടെങ്കിലും, ക്ലൈമറ്റ് എന്നാണെന്നുണ്ടെങ്കിലും, ഈ ഡിഫറെന്റ് സെക്ടേഴ്സ് ദേ ഡോണ്ട് വർക്ക് ടുഗെദർ. ഒരുപാട് ഫാർമേഴ്സിനും ഇപ്പൊ ഇൻഡസ്ട്രീസിനും ഒഫീഷ്യൽസിനും ഒന്നും ദേ ഡോണ്ട് നോ ഇനഫ് അബൌട്ട് ബയോചാർ. Okay, this makes people less likely to invest or use this biochar. ബയോചാറിന് വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ളൊരു സാധനമാണ്. പക്ഷെ ഇപ്പോൾ ഇറ്റ്സ് ഹെൽഡ് ബാക്ക് ബൈ കൺഫ്യൂഷൻ, ലാക്ക് ഓഫ് സപ്പോർട്ട് ആൻഡ് ലോ അവയർനെസ്. സോ ഈ ഒരു ബയോചാറിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഒന്ന് ആ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഓക്കെ, കുറച്ചും കൂടി റിസർച്ച് ചെയ്യാന്നുള്ളതാണ്. അതായത് നമ്മൾ പഠിക്കണം, അതായത് ഏതൊക്കെ റീജിയൻസിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് വേസ്റ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബെസ്റ്റ് ബയോചാർ ഉണ്ടാക്കാം എന്ന് നമ്മൾ ആദ്യം പഠിക്കണം. അതേപോലെ തന്നെ ഗവൺമെന്റ് പ്രോഗ്രാംസിൽ ഈ ഒരു ബയോചാർ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഈ ക്രോപ്പ് റെസിഡ്യൂ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, ഈ സ്റ്റബിൾ ബേണിംഗ് നിർത്താൻ വേണ്ടിയിട്ട്. സ്റ്റബിൾ ബേണിംഗ് അറിയാമല്ലോ, ഈ വിളവെടുത്തതിന് ശേഷം ബാക്കിയുള്ള വേസ്റ്റ് ഇവരങ്ങൾ കത്തിച്ചു വിടും. ഡൽഹിയിലൊക്കെ ഉള്ള എയർ പൊല്യൂഷൻ ഉണ്ടാവാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഈ സ്റ്റബിൾ ബേണിംഗ് ആണ്. ഹരിയാനയിൽ ഇവർ വിളവെടുത്തതിന് ശേഷം അങ്ങനെ അങ്ങോട്ട് തീ വയ്ക്കും. പിന്നെ ഈ ബയോ എനർജി പ്ലാനുകൾ അർബൻ ഏരിയാസിലും റൂറൽ ിലുള്ള ഈ ബയോ എനർജി പ്ലാനുകളിൽ ബയോചാർ ഇൻക്ലൂഡ് ചെയ്യുക. അതേപോലെ സ്റ്റേറ്റിന്റെ ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻസിലൊക്കെ ബയോചാർ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ഒരു ഒഫീഷ്യൽ റെക്കഗ്നിഷൻ ഇതിന് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ബയോചാറിനെ നമ്മൾ ആ ഒരു കാർബൺ റിമൂവ് ചെയ്യാനുള്ള ഒരു റിയൽ മെത്തേഡായിട്ട് നമ്മൾ അതിനെ ഇൻക്ലൂഡ് ചെയ്യിക്കണം. ഓക്കെ, സോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കാർബൺ ക്രെഡിറ്റ്സ് കിട്ടും. ഓക്കെ, സോ വി ക്യാൻ ഏൺ കാർബൺ ക്രെഡിറ്റ്സ്. പിന്നെ ജോലി സാധ്യതകളാണ്. ഓക്കെ, ഈ സ്മോൾ വില്ലേജ് ലെവൽ ബയോചാർ യൂണിറ്റുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 5-5.5 ലക്ഷത്തോളം തൊഴിലുകൾ റൂറൽ ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഫാർമേഴ്സിന് എക്സ്ട്രാ ബെനിഫിറ്റ് ആണ്. ഓക്കെ, അവർക്ക് കുറച്ച് ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്താൽ മതി. ഏകദേശം ഒരു 10-20% ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്താൽ മതി, ബാക്കി നമുക്കിത് കൊടുക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഒരു വേസ്റ്റ് ആണല്ലോ ഏറ്റവും കൂടുതൽ ഉള്ളത്. അപ്പൊ അതൊന്നും ഇത്രയും നല്ലൊരു സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു വിജയമാണ്.
അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് ക്രോപ്പുകൾ എക്സ്ട്രാ ഗ്രോ ചെയ്യാൻ പറ്റും. ഈൽഡ് നമുക്ക് കൂട്ടാൻ പറ്റും. ഏകദേശം ഒരു 10% തൊട്ട് 25% വരെയൊക്കെ ഈൽഡ് നമുക്ക് ഇന്ന് കൂട്ടാൻ പറ്റും. ബയോചാർ എന്നുള്ളത് ഒരു മാജിക് സൊല്യൂഷൻ ഒന്നല്ല, പക്ഷെ ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള സയൻസ് ബേസ്ഡ് ടൂളാണ്. ഓക്കെ, ഇത് നമുക്ക് ക്ലൈമറ്റ് ചേഞ്ചിനെ ഇതിനെ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. നമുക്ക് ഒരുപാട് അവസരങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. നമ്മുടെ ഫാമിങ്ങിനെ ഇത് സഹായിക്കും. ഓൾ അറ്റ് വൺസ്. ഓക്കെ, so it fits perfectly into India's development and climate goals. So we'll move on to the next news, which is നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ആയിട്ടുള്ള അജിത് ഡോവൽ പുള്ളി റഷ്യയിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഈസ് ഗോയിങ് ടു റഷ്യ അറ്റ് ആൻ ഇമ്പോർട്ടൻറ്റ് ടൈം. ഓക്കെ, ഇത് പ്രിലിംസിൽ കറണ്ട് അഫയേഴ്സിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അതേപോലെ മെയിൻസിലാണെന്നുണ്ടെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസ്, ഓക്കെ, ഒരു ബയലാറ്ററൽ റിലേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ പുള്ളി റഷ്യയിലോട്ട് പോകുന്ന സമയം വളരെ ക്രൂഷ്യലാണ്. അതായത് ഇപ്പോൾ അമേരിക്ക നമുക്കൊരു 25% എക്സ്ട്രാ ടാരിഫും കൂടി തന്നിട്ടുണ്ടല്ലോ ഓൺ സം ഇന്ത്യൻ ഗുഡ്സ്. സോ ഇറ്റ്സ് എ വെരി സെൻസിറ്റീവ് മൂവ്മെന്റ് ഇൻ ഫോറിൻ പോളിസി. മെയിനായിട്ട് ഈ ഒരു വിസിറ്റിന്റെ പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റഷ്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള പുതിൻ ഈ വർഷം അവസാനം എന്തായാലും ഇന്ത്യ വിസിറ്റ് ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് അതേ സമയത്ത് തന്നെ ഇന്ത്യ വാണ്ട്സ് ടു ഷോ ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഇൻ ഗ്ലോബൽ പൊളിറ്റിക്സ്. ഓക്കെ, യു എസും യൂറോപ്പും പറയുന്ന പോലെ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ണും പൂട്ടി വിശ്വസിച്ച് അതേപോലെ ചെയ്യൊന്നുമില്ല എന്ന് ഒന്ന് റഷ്യനെ ഒന്ന് അറിയിക്കാൻ കൂടിയാണ് ഇപ്പോൾ അജിത് ഡോവൽ അങ്ങോട്ട് പോകുന്നത്. സോ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ടോപ്പിക് ഒന്ന് എനർജി, അതായത് എനർജി ട്രേഡ് ആയിരിക്കും. ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ഓക്കെ, സോ റഷ്യ ഇന്ത്യയുടെ ഒരു മേജർ ഓയിൽ സപ്ലയർ ആണ്. ഓക്കെ, റഷ്യ ഈസ് നൗ എ മേജർ ഓയിൽ സപ്ലയർ ടു ഇന്ത്യ. ഓക്കെ, ആഫ്റ്റർ ചൈന. 2022 ഇന്ത്യ റഷ്യയുടെ ആ ഒരു ഓയിൽ ഇമ്പോർട്ട് നമ്മൾ കുറച്ചും കൂടി കൂട്ടിയിട്ടുണ്ട്. ഈവൻ ദോ യൂറോപ്പ് ആൻഡ് US വർ വെരി അൺഹാപ്പി. ഓക്കെ, അവരങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൂടി 2022 മുതൽ നമ്മൾ റഷ്യയുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്ന ഓയിലിന്റെ ഒരു വർധനവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ചില ഇന്ത്യൻ കമ്പനീസ് ആ ഒരു ഇമ്പോർട്ട് കുറച്ചിട്ടുമുണ്ട്. ഓക്കെ, ബട്ട് ദ ഗവൺമെന്റ് സ്റ്റുഡ് ഫേം. പിന്നെ ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റിയെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്കഷൻ ഉണ്ടാവാം. ഓക്കെ, നമ്മുടെ S-400 മിസൈൽ സിസ്റ്റം ഒക്കെ ഉണ്ടല്ലോ റഷ്യയുടെ. ഓക്കെ, സോ മേ ബി ദേ വിൽ ടോക്ക് അബൌട്ട് ഗെറ്റിംഗ് മോർ റഷ്യൻ മിലിറ്ററി എക്യുപ്മെന്റ്സ് ആൻഡ് ഓൾ. ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ ഒക്കെ ഉണ്ടാവും, ലൈക്ലി റിലേറ്റഡ് ടു റീജിയണൽ കോൺഫ്ലിക്ട്സ് ലൈക്ക് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിനെ പറ്റിയിട്ട്, അതായത് ഇപ്പോൾ റഷ്യ യുക്രൈൻ വാർ ഉണ്ടല്ലോ. സോ നമ്മൾ ചിലപ്പോൾ ഇന്ത്യ മേ ടോക്ക് അബൌട്ട് ദ പീസ്. ഓക്കെ, ഇൻ ദി റഷ്യ യുക്രൈൻ വാർ. പിന്നെ അഫ്ഗാനിസ്ഥാന്റെ കാര്യത്തിൽ റഷ്യ അഫ്ഗാനിസ്ഥാന്റെ ആ താലിബാൻ ഗവൺമെന്റിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടല്ലോ. സോ അതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ ചിലപ്പോൾ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഓക്കെ, വെദർ ഓർ നോട്ട് ടു റെക്കഗ്നൈസ് ദി താലിബാൻ ഗവൺമെന്റ്. സോ ദ ബിഗ് പിക്ചർ ഈസ് ഇന്ത്യ ഈസ് ബാലൻസിങ് ടൈസ് വിത്ത് ബോത്ത് റഷ്യ ആൻഡ് ദ US. ഓക്കെ, ഇത് കാണിക്കുന്ന ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമി നമുക്കിവിടെ കാണാം, ലൈക്ക് മേക്കിംഗ് ഡിസിഷൻ ഇൻ അവർ ഓൺ നാഷണൽ ഇൻട്രസ്റ്റ്. അല്ലേ, നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം, വിച്ച് ഈസ് സോ നമ്മുടെ PM ഹി വിൽ മീറ്റ് ജാപ്പനീസ് PM. ഓക്കെ, ഒരു ഈസ്റ്റ് ഏഷ്യ ഔട്ട്റീച്ചിന്റെ ഭാഗമായിട്ടാണ്. IR വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇതെന്തുകൊണ്ടാണ്, വൈ ഈസ് ദിസ് ഹാപ്പനിങ് എന്ന് നോക്കുമ്പോൾ, അതായത് അമേരിക്കയായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് നമുക്കറിയാം, ഈ ഒരു ടാക്സും കൂടി തന്നതോടെ, എക്സ്ട്രാ 25% കൂടി തന്നതോടെ വളരെയധികം മോശമായിട്ടിരിക്കുകയാണല്ലേ. It is facing a lot of uncertainty in its relationship with the US, especially after new tariff. So അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസും ആയിട്ടുള്ള ആ ഒരു ടൈപ്പ് സ്ട്രെങ്തൻ ചെയ്യേണ്ട ഒരു ആവശ്യം വളരെയധികം കൂടുതലാണ്, എസ്പെഷ്യലി ജപ്പാൻ. ഓക്കെ, സോ മോദിജി വിൽ വിസിറ്റ് ജപ്പാൻ ബൈ ദി എൻഡ് ഓഫ് ഓഗസ്റ്റ്. ജാപ്പനീസ് PM ആയിട്ടുള്ള ഷിഗീരു ഇഷിബ പുള്ളിയെ മീറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഇവിടുത്തെ ഒരു വാട്ട് ഈസ് ദ ബിഗർ ഗോൾ എന്ന് നോക്കുമ്പോൾ, ഇന്ത്യയുടെ ആ ഒരു ഈസ്റ്റ് ഏഷ്യയിലെ കുറച്ചും കൂടി എൻഗേജ് ചെയ്യാനുള്ള നമ്മുടെ ആ ഒരു സ്ട്രാറ്റജിയെ കുറച്ചും കൂടി ബലപ്പെടുത്തുന്നതാണല്ലേ. ദിസ് ഇസ് പാർട്ട് ഓഫ് ഇന്ത്യാസ് ലാർജർ സ്ട്രാറ്റജി ടു എൻഗേജ് ഈസ്റ്റ് ഏഷ്യ മോർ ഡീപ്ലി, നോട്ട് ജസ്റ്റ് ജപ്പാൻ. ഓക്കെ, ഇപ്പം ഇന്നലെ നമ്മൾ PM ഫിലിപ്പീൻസ് വിസിറ്റ് ചെയ്തതിനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അതേപോലെ തന്നെ ഈ ക്വാഡ് പോലെയുള്ള ആ ഒരു ഗ്രൂപ്പിംഗ്സിലുള്ള ആ ഒരു കോഓപ്പറേഷൻ കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്വാഡ് നമുക്കറിയാം, ഇറ്റ് ഇസ് എ ഗ്രൂപ്പ് ഫോക്കസ്ഡ് ഓൺ ഇൻഡോ പസഫിക് കോഓപ്പറേഷൻ. ഓക്കെ, സോ ഇന്ത്യ, US, ജപ്പാൻ, ഓസ്ട്രേലിയ ഇവരൊക്കെയാണല്ലോ ക്വാഡിലുള്ളത്. ഇന്ത്യ, ജപ്പാൻ, US, ഓസ്ട്രേലിയ അല്ലേ. സോ ഇറ്റ്സ് ഓൾസോ ഫിറ്റ് ഇൻ ടു ദി ക്വാഡ്.
ഓക്കെ, ഇതാണ് ഇവിടെയുള്ളൊരു ബിഗർ ഗോൾ എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് കീ ഏരിയാസ്, ഒന്ന് എക്കണോമിക് പാർട്ട്ണർഷിപ്പ് കുറച്ചും കൂടി നമ്മൾ ഇമ്പ്രൂവ് ആക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. അതേപോലെ സ്ട്രാറ്റജിക് ആൻഡ് സെക്യൂരിറ്റി കോഓപ്പറേഷൻ, പിന്നെ കോഡും അതേപോലെ ഒരു റീജിയണൽ സ്റ്റെബിലിറ്റി മെച്ചപ്പെടുത്താനുള്ള സംസാരങ്ങളും ഉണ്ടാവും. എക്കണോമിക് പാർട്ട്ണർഷിപ്പിന്റെ കാര്യം എടുക്കുമ്പോൾ ഓഫ് കോഴ്സ് ആ ഒരു ട്രേഡ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ടോക്ക് ഉണ്ടാവും. അതേപോലെ ഇറ്റ് വിൽ എൻകറേജ് ജാപ്പനീസ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ഇന്ത്യൻ ഫാക്ടറീസിലുള്ള ജാപ്പനീസ് ഇൻവെസ്റ്റ്മെന്റിനെ നമ്മൾ എൻകറേജ് ചെയ്യുന്നതായിരിക്കും. വിൽ വർക്ക് ടുഗെദർ ഓൺ ടെക്നോളജി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഓക്കെ, പിന്നെ ഫോക്കസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് രണ്ടുപേർക്കും ഒരു വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു ഇൻഡോ പസഫിക് റീജിയൻ ആണ് വേണ്ടത്. ഓക്കെ, ബോത്ത് വാണ്ട് എ ഫ്രീ ആൻഡ് ഓപ്പൺ ഇൻഡോ പസഫിക്. അവിടെ മെയിനായിട്ട് ചൈനയുടെ ആ ഒരു അഗ്രസീവ് ആക്ഷൻസ് ആണ്. രണ്ടുപേരും ഈ ചൈനയുടെ ഈ ഒരു പരിപാടിയായിട്ട് വളരെയധികം കൺസേൺഡ് ആണ്. സോ ദേ എയിം ടു കോഓപ്പറേറ്റ് ഇൻ മാരിടൈം സെക്യൂരിറ്റി. അതേപോലെ ക്വാഡും റീജിയണൽ സ്റ്റെബിലിറ്റി എടുക്കുമ്പോൾ ഈവൺ ഇഫ് ദർ ആർ ടെൻഷൻ വിത്ത് ദി US, വി വാണ്ട് ടു റീഅഫേം അവർ കമ്മിറ്റ്മെന്റ് ടു ദി ക്വാഡ്. ഓക്കെ, ഇപ്പോൾ ട്രേഡിലും അതേപോലെ ടെക്നോളജിയിലും ഡിഫൻസിലും ഒക്കെ പുതിയ എഗ്രിമെന്റുകൾ സൈൻ ചെയ്യാം. അതേപോലെ വിൽ ഫോക്കസ് ഓൺ പീസ് ആൻഡ് സ്റ്റെബിലിറ്റി ഇൻ ദ റീജിയൻ. ഒരു ലോങ് ടേം ഇമ്പോർട്ടൻസ് എടുക്കുന്ന സമയത്ത് ഇന്ത്യ ഇപ്പോൾ ഇന്ത്യ ഈസ് ട്രൈങ് ടു നോട്ട് ഡിപ്പെൻഡ് ടു മച്ച് ഓൺ എനി വൺ കൺട്രി. ഇപ്പോൾ ലൈക്ക് ദി US, നമുക്ക് വേണ്ടത് വി വാണ്ട് ടു ബിൽഡ് എ സ്ട്രോങ് ടൈസ് വിത്ത് മെനി കൺട്രീസ് ടു ബാലൻസ് ഗ്ലോബൽ പവർ. ഇന്ത്യ അപ്പോൾ എയിം ചെയ്യുന്നത് ഒരു സ്ട്രാറ്റജിക് ഓട്ടോണമിക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, വി ആർ മേക്കിംഗ് അവർ ഓൺ ഫോറിൻ പോളിസി ഡിസിഷൻസ് ഫ്രീലി.